ഗുരുജി, നമ്മൾ മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. പലരുടെയും ഉള്ളിലെ ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റിലെ ഓണം പല രീതിയിലായിരിക്കാം. അപ്പം ശരിക്കും ഈ ഓണത്തിൻ്റെ സന്ദേശം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ചതിയുടെ സന്ദേശമാണോ, ത്യാഗത്തിൻ്റെ സന്ദേശമാണോ, അതോ ഈശ്വരൻ്റെ കാരുണ്യത്തിൻ്റെ സന്ദേശമാണോ? എന്താണ് ഈ ഓണം ഉദ്ദേശിക്കുന്നത്? ഓണത്തിൻ്റെ സന്ദേശം എന്താണ്? മലയാളികളുടെ ഏറ്റവും വലിയ മായികമായ മഹോത്സവമാണ് ഓണം. യാതൊരു സംശയക്കാര്യത്തിലില്ല. അത്രത്തോളം ഈ കുടിൽ മുതൽ കൊട്ടാരം വരെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുന്ന രീതിയിൽ ഒരു ഫെസ്റ്റീവ് ടെമ്പർ ഉണർത്തുന്ന ഒരു ആഘോഷം പറയില്ല. ഈ മഹാബലി ഉപാഖ്യാനം, അതോടൊപ്പം വാമന അവതാരം, ഇത് വരുന്നത് ബേസിക്കലി വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ മഹാബലിയുടെ സ്വർഗജയം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം മുതൽക്ക് ഭഗവത് ആദേശം വരെ ഈ 8 അധ്യായങ്ങളിലായിട്ടാണ് ഇത് മൂലം ഭാഗവതത്തിൽ പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പം ഇത് ഒരുപാട് ആശയക്കുഴപ്പം വരുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് പ്രഥമസ്കന്ധത്തിൽ തന്നെ മൂലം ഭാഗവതത്തിലെ അവതാരങ്ങളുടെ പട്ടിക തന്നെ നമ്മൾ ഈ ദശാവതാരത്തിൽ ഒതുക്കി അവിടെ കിടന്ന് കറങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബേസിക്കലി നമ്മൾ പോകേണ്ടത് ഭഗവാന്റെ അംശാവതാരങ്ങൾ, ആവേശാവതാരങ്ങൾ, കലാവതാരങ്ങൾ, പരിപൂർണ കലാവതാരം, ഇത്രയും അവതാരങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശനകാദികൾ, യജ്ഞവരാഹം, നാരദൻ, നരനാരായണൻ, കപിലൻ, ദത്താത്രേയൻ, ഋഷഭദേവൻ, പൃഥു, ധന്വന്തിരി, മോഹിനി, നരസിംഹ, നാരദ, പരശുരാമ, വ്യാസ, ശ്രീരാമ, ബലരാമ, ശ്രീബുദ്ധ, ഇത്രയും വരെ ഭാഗവതം ഭഗവാന്റെ അവതാരങ്ങളായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൽക്കി അവതാരം വരുന്നു. അപ്പോൾ ഇത്രയും വരുന്ന ഈ അവതാരങ്ങളിൽ ഓരോ അവതാരവും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് ഗ്രന്ഥങ്ങൾ വായിക്കാത്തത് കൊണ്ടാണ് സർജറി നടത്തി മഹാബലിയെ മാത്രം ഇങ്ങോട്ടെടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പം ഇത്തരം ഈ അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ടാർണിഷിങ്ങാണ്. അതേസമയം മഹാബലി വാമനാവതാരമെന്ന് പറയുന്ന ശ്രീഹരി വിഷ്ണുവിൻ്റെ ആ അവതാരം ഇല്ലെങ്കിൽ മഹാബലി ഉണ്ടോ? അപ്പം അതാണ് ബേസ്. മഹാബലിക്ക് റിലവൻസ് ഇല്ല. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ വരത്തിലാണ് നടക്കുന്നത്. മഹാബലി വളരെ നീതിമാനായ ചക്രവർത്തിയായിരുന്നു. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദമോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂ മുട്ടില്ലതാനം കള്ളവുമില്ല ചതിയുമില്ല ഇള്ളോളമില്ല പുളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അങ്ങനെ വളരെ എല്ലാവരും സുഖിച്ച് യാതൊരു ആമോദവും സങ്കടങ്ങളും ഇല്ലാതെ എല്ലാവരും ആമോദമോടെ ജീവിച്ചിരുന്ന അതിഗംഭീരമായ ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെ സമൂഹം മൊത്തം ജീവിക്കണമെങ്കിൽ ആ ചക്രവർത്തി അത്രയ്ക്ക് നീതിമാനും പ്രജാക്ഷേമ തൽപരനും വളരെ ഗംഭീരനായിട്ടുള്ള ആളുമായിരിക്കണം. നോ ഡൗട്ട്, യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു ചക്രവർത്തി ഈ ഭൂമിയിൽ ഇങ്ങനെ വാഴുന്നത് കണ്ടിട്ട് ദേവേന്ദ്രന് അസൂയ വന്നു. അപ്പോൾ അദ്ദേഹം പതുക്കെ പോയിട്ട് പല ദേവന്മാരെയും ചാക്കിടാൻ നോക്കി. അവരെല്ലാം ഒഴിഞ്ഞു മാറി. അവസാനം ഈ കൊട്ടേഷൻ മഹാവിഷ്ണു ഏറ്റെടുത്തു. എന്നിട്ട് ഭൂമിയിൽ ഒരു ഡ്വാർഫിൻ്റെ, ഒരു വാമനൻ്റെ രൂപത്തിൽ വന്നിട്ട് ഒരു 3 സെൻറ്റ് പുരയിടത്തിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് എഗ്രിമെൻ്റ് ആദ്യം വെച്ചു. എന്നിട്ട് ഇത് റീസർവേ കഴിഞ്ഞിട്ടില്ലാത്ത പുരയിടമായിരുന്നു. അവസാനം അളന്ന് വന്നപ്പോൾ അളവിൽ കുറവ് വന്നു. എവിടെടാ ബാക്കി പുരയിടമെന്ന് ചോദിച്ചു. എന്നാ എൻ്റെ തലയിലിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നാ നീ അവിടെ ഇരിയെന്ന് പറഞ്ഞു. ചവിട്ടി അങ്ങ് താത്തു. അങ്ങനെ പ്രജാക്ഷേമ തൽപരനായ ഒരു ചക്രവർത്തിയെ ചതിവിൽ കൂടെ ചവിട്ടി താഴ്ത്തിയ വഞ്ചനയുടെ കഥയാണ്. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ പ്രോലിറ്റേറിയറ്റ് ചക്രവർത്തിയെ അടിച്ച് തകർത്ത് എൻ്റെ നാട്ടിലോട്ട് മണ്ണടിയിലോട്ട് വിട്ട കഥയാണ് മഹാബലി ഉപാഖ്യാനം എന്നാണ് ഈ വങ്കന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുക. പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, വിവരം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞു നോക്കും. ഞാൻ ഒറ്റ പുരാണത്തെ മാത്രം അതിനിക്കേറ്റ് ചെയ്ത് പറയാം. നമ്മുടെ സർവ്വ ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ, ഹരിച്ചു കുണിച്ച് പരിശോധിക്കോളൂ. ഒരിടത്തും ചവിട്ടിത്താത്തിയ കഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല.
സുകുമാർ അഴീക്കോട് സാറ് മുതൽക്ക് ഇങ്ങോട്ട് വമ്പന്മാരായിട്ട് ഈ ആശയം പ്രചരിപ്പിച്ചിരുന്ന ആളുകളെയൊക്കെ അടുത്ത് ചെന്ന് വളരെ ഹമ്പിളായിട്ട് വിനയത്തോടെ അവരുടെ പാദം തൊട്ട് തൊഴുതിട്ട് ചോദിച്ചു, സാർ ചവിട്ടി താഴ്ത്തിയ കഥ ഏത് പുസ്തകത്തിൽ ഏത് വരിയില്ല? അതുണ്ട്, അങ്ങനെയുണ്ട് സാർ, അതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഉരുണ്ടു പോയിട്ടുള്ളതല്ലാതെ ഇവരാരും ചവിട്ടിത്താത്തിയ കഥ അവർക്ക് അതിൻ്റെയായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഇത് സഹിച്ച് മതി കേട്ട് കഴിഞ്ഞ ശേഷം ഞാൻ അതിനെപ്പറ്റി തന്നെ ഒരു പുസ്തകം എഴുതേണ്ട ഗതികേട് വന്നു. ഇത് ഗതികേട് കൊണ്ട് എഴുതിയത്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. ചത്തുപോയൊരു മനുഷ്യനെ ഇനി ഞാൻ വലിച്ച് കഥയ്ക്കകത്തോട്ട് ഇടേണ്ട കാര്യമില്ല. അവസാനം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു DTP നോട്ടാണ്. എന്നിട്ട് വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥമാണ് വാമനാവതാര കഥ അവതരിപ്പിച്ചിരിക്കുന്ന ആധികാരിക ഗ്രന്ഥം. വിഷ്ണുപുരാണം, വാമനപുരാണം, മഹാഭാരതം, യോഗവാസിഷ്ടം, നാരായണീയം തുടങ്ങിയ മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നും വേണ്ടത്ര വിവരങ്ങൾ ലഭിക്കുന്നു. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടിലൂടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും വാമനാവതാര കഥ മലയാളത്തിൽ പറഞ്ഞു വന്നിരിക്കുന്നു. പണ്ഡിതവരേണ്യനായ ശ്രീ മുഴങ്ങോട്ടുകുള കൃഷ്ണപിള്ള ഭാഷാന്തരം നടത്തി നാഷണൽ ബുക്ക് സ്റ്റാൾ 1990 പുനഃപ്രസിദ്ധീകരിച്ച ശ്രീ മഹാഭാഗവതം കേരള ഭാഷാഗാനം മൂലഗ്രന്ഥം എന്ന ഗ്രന്ഥത്തിലെ അഷ്ടമസ്കന്ധം 15-ാം അധ്യായത്തിലെ മഹാബലിയുടെ സ്വർഗജയം പേജ് 1016 മുതൽ അധ്യായം 23 ഭഗവത് ആദേശം പേജ് 1059 വരെയുള്ള 9 അധ്യായങ്ങളിലെ 335 ശ്ലോകങ്ങളും അവയുടെ മലയാളം ഭാഷാന്തരവും സശ്രദ്ധം വായിക്കുന്ന ആർക്കും വാമനാവതാരത്തെ പറ്റിയുള്ള സർവ്വ സംശയങ്ങളും നീങ്ങിക്കിട്ടും. ഇത് ആവർത്തിച്ചു കേട്ടോളൂ, ഒന്ന് റീപ്ലൈ ചെയ്ത് കേട്ടോളൂ, യാതൊരു സംശയവുമുണ്ട്. ദിസ് ഈസ് ദ ബേസിക് സോഴ്സ്. അത് കഴിഞ്ഞ ശേഷം ആധുനികരായ നമ്മളൊക്കെ പുരികം ഉയർത്തിക്കൊണ്ട് വാമനനെ പറ്റി ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ശ്രീ പരീക്ഷിത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയോട് അന്ന് ചോദിച്ചത്. ആ ചോദ്യം ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം 15-ാം അധ്യായത്തിലെ 1-2 ശ്ലോകങ്ങളിലാണ് ചോദിച്ചിരിക്കുന്നത്. വിലയപദത്രയം ഭൂമേ അകസ്മാത് ഹരിരയാജതാഭൂതേശ്വര കൃപണവല്ലബ്ധാർത്ഥോ അഭിബന്ധതം ഏതത് വേദനിച്ഛാമോ മഹത് കൗതൂഹലം ഹിനായ യജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ജാപ്യനാഗസ. ഇതിന് മുഴങ്ങോട്ടുപിള്ളയുടെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. ശ്രീ വിഷ്ണുദേവനീശനായിട്ടും ലുബ്ധൻ മട്ടിൽ മൂവടി സ്ഥലമെന്തിനിരന്നു ബലിയോടായി അത് സന്മനസ്സോടുമേകിയിട്ടും എന്തിനായ ദ്വിതീയ സമ്രാട്ടിനെ ബന്ധിച്ചു യജ്ഞേശ്വരൻ. ഒരു കുറ്റവും ചെയ്യാത്തവനെ ദണ്ഡിപ്പത് ശരിയല്ല, ഇക്കാര്യങ്ങൾ വിശദം വധിച്ചാലും. അപ്പോൾ ഇപ്പോഴത്തെ ഈ മോഡേൺ ഇങ്ങനെ കോളറും പൊക്കി വെച്ച് നടക്കുന്ന കഴുതകളല്ല ആദ്യം ഈ ചോദ്യം ചോദിച്ചത്. വിവരമുള്ള ആമ്പിള്ളാരാണ് പണ്ട് ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു യുക്തിവാദിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ആദ്യം വിനയപൂർവ്വം അംഗീകരിക്കുക. ഇനി അതിൻ്റെ മറുപടിയായിട്ട് കൃത്യമായിട്ട് ശ്രീ ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ കിളിപ്പാട്ട് ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ എഴുത്തച്ഛനും ചോദിച്ചിരിക്കുന്നു. എന്തിനും മഹാബലി തന്നോട് നാരായണൻ തന്തിരുവടി മിന്നം മൂടി പ്രദേശത്തെ ഭൂമിയെ സത്യവ്യാജാലർത്ഥിച്ചു വാങ്ങിക്കൊണ്ടു കാമമുണ്ടെനിക്കത് കേൾക്കാമെന്നിരിക്കുമല്ലോ. മലയാളത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ. എഴുത്തച്ഛന് ഇതേ ചോദ്യം ചോദിച്ചേക്കുന്നത്. നത്തിങ് ന്യൂ. അത് അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ഇത് മൊത്തവും പറഞ്ഞു വെച്ചേക്കുന്നത്. പരാജിത ശ്രീ സുരഭിഷഹാവിതോഹീന്ദ്രേണ രാജൻ ഭൃഗുഭി സജീവിത സർവാത്മനാദാന ഭജത് ഭൃഗുൻ ബലിം ശിഷ്യോ മഹാത്മാർത്ഥ നിവേദനേന തം ബ്രാഹ്മണ ഭൃഗവ പ്രിയമാണ അയാജയൻ വിശ്വജിതാ തൃണാകം ജഗീഷമാണം മിഥുനാഭിഷിച്ച മഹാഭിഷേകേന മഹാനുഭാവ. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മുഴങ്ങോട്ടുള്ള പറഞ്ഞു വെച്ചേക്കുന്നു. അടരിൽ മഹാബലിതൻ സമസ്ത ഐശ്വര്യവും അടക്കി ഇന്ദ്രൻ പ്രാണനാശവും വരുത്തവേ പുനർജീവിപ്പിച്ചുള്ള ശക്രാദ്യർക്ക് അസുരേന്ദ്രൻ അനേക പദാർത്ഥങ്ങൾ അർപ്പിച്ചു ഭജിച്ചത്. ധനധാന്യാദി എല്ലാം വേണ്ട പോലെ കീടും അദ്വനുജേന്ദ്രനിൽ അതിപ്രീതരായി ഭൃഗുവംശ്യർ സ്വർലേഖ വിജയേശ്വായിടും മഹാനെ കില്ലന്യെ അഭിഷേകം ചെയ്യിച്ചു വഴി പോലെ വിശ്വജിത്ത് എന്നു പേരാം യാഗവും നടത്തിച്ചാർ. ഇച്ഛ സാധിക്കുവാനായി ശക്രാദി ദ്വിജോത്തമർ. അടുത്തവർ ശ്രദ്ധിച്ചോളണം. ബലത്താൽ അവൻ അടക്കിയിടിനൊരു ഐന്ദ്രം പദം നിലനിർത്തുവാൻ യജിപ്പിച്ചു 100 അശ്വമേധം. അതിൻ്റെ മാഹാത്മ്യത്താൽ ആ മഹാബലി ലോകത്രിതയത്തിലും ഖ്യാതം തന്നുടെ കീർത്തിപുഞ്ചം 10 ദിക്കിലും പരമ്പരത്തി ഹിമരശ്മിക്കൊത്തുൽ ആലസിച്ചത് പൃഥ്വീശതിലകമേ. ഇത്രയും കൊണ്ട് കൃതകൃത്യനായ നമ്മട്ടിൽ വർത്തിക്കും മഹാബലി ഭൂദേവാനുഗ്രഹത്താൽ സ്വായത്തമാക്കി ക്രമവൃദ്ധിയെ പ്രാപിച്ചതാം ശ്രീയാൽ സമാശ്ലിഷ്ടനായി വസിച്ചാൻ വിണ്ണിൽ സുഖം. നമ്മൾ കേട്ടിട്ടുള്ള കഥ എന്താ? അയ്യോ, ദേവേന്ദ്രൻ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു. മഹാബലി പാവം. അദ്ദേഹം ഒരിക്കലും ഒരു അനാവശ്യം കാണിക്കുന്ന ആളല്ല. അദ്ദേഹം വളരെ സാത്വികനായിരുന്നു. അദ്ദേഹം വേറെ ആളുടെ ഒരു മുട്ടുസൂചി പോലും കടന്നാക്രമിക്കുന്ന ആളല്ല. പക്ഷേ യഥാർത്ഥ കഥ അസുരഗുരുവായ ശുക്രന്റെ മോട്ടിവേഷൻ കാരണം നേരെ അതിഭയങ്കരമായിട്ട് ദേവന്മാരെ കടന്നാക്രമിക്കുന്നു. ദേവേഷു അധിലീനേഷു ബലിർവൈരോചനപുരിം എടുത്തു പറഞ്ഞിരിക്കുന്ന പുസ്തകം. ഈ ശ്ലോകം ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് പറയുന്ന കള്ളന്മാർ സമൂഹത്തോട് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടോ ദേവധാനീം അധിഷ്ഠായ
ഇന്ദ്രന്റെ ദേവധാനിയിൽ കടന്ന് കയറിയിട്ട് സർവ്വത്തിനെ അടിച്ച് പിടിച്ച് ഓടിച്ചിട്ട് വശം നിന്നേ ജഗത്രയം. എന്നിട്ടോ അവിടെ കൊണ്ട് തീരുന്നില്ല. തം വിശ്വജൈനം ശിഷ്യം ഭൃഗവ ശിഷ്യവത്സല ശതേന ഹയമേധാനാമനുവ്രതമയാ ജയൻ. വിശ്വജിത്ത് എന്ന പേരുള്ള 100 യാഗം നടത്തിച്ചിട്ട് അവനെ ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ചെയ്തു, എംപവർ ചെയ്തു. അതിൻ്റെ റീസൺ എന്താ? ഇത് ഗ്രന്ഥത്തിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഒരു സംഗതി കൂടെ സൂചിപ്പിച്ചിട്ട് പോകാം. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇത് ആരും വെളി പറയുന്നില്ല, നിങ്ങളെങ്കിലും ഇത് കൊടുക്കുക. ദേവാസുര യുദ്ധചരിത്രം തന്നെ സുദീർഘമാണ്. ബ്രഹ്മാവിന്റെ പുത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപ പ്രജാപതിക്ക് അദിതി എന്ന ഭാര്യയിൽ ഇന്ദ്രാദി ദേവകളും ദിതി എന്ന ഭാര്യയിൽ ദൈത്യന്മാർ അഥവാ അസുരന്മാരും ഉണ്ടായി. ഇതാണ് പ്രധാന സംഗതി. ഒറ്റ അച്ഛൻ കശ്യപ പ്രജാപതി, അദ്ദേഹത്തിന് അദിതി മാതാവ്, അദിതിയിൽ ഇന്ദ്രൻ മക്കള് ദേവന്മാർ. ആ അദിതിയുടെ അനിയത്തിയാണ് ദിതി. ദിതിയിലുണ്ടായ മക്കളാണ് അസുരന്മാർ. ഒറ്റ അച്ഛന് ചേട്ടത്തി അനിയത്തി മക്കളിൽ സ്ത്രീകളിലുണ്ടായ 2 വംശാവലിയാണ്. അല്ലാതെ ഇതൊന്നും വേറെ വന്നതല്ല. എന്നിട്ട് സത്വബുദ്ധികളായ ദേവന്മാർ മാറിയപ്പോൾ അസുര സംസ്കാരത്തിലേക്കാണ് ദിതിസുരന്മാർ നിബന്ധിച്ചത്. ഇതോടെ ആരംഭിച്ച ചില്ലറ പ്രശ്നങ്ങളാണ് പിൽക്കാലത്ത് കൊടും യുദ്ധങ്ങളായും ദുരന്തങ്ങളായും പരിണമിച്ചത്. ദിതിസുരന്മാരിൽ ശ്രദ്ധ കേൾക്കണം. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ശൂരപത്മാവ്, സിംഹപത്രൻ, താരകാസുരൻ, ഗോമുഖൻ എന്നിവർ വളരെ കുപ്രസിദ്ധരായി. ഹിരണ്യകശിപുവിന്റെ പുത്രന്മാർ പ്രഹ്ലാദൻ, സംഹ്ലാദൻ, ഹറാദൻ, അനുഹ്രാദൻ. പക്ഷെ നമ്മൾ ആകപ്പാടെ പ്രഹ്ലാദനെ പറ്റി മാത്രമേ കേട്ടിട്ടുള്ളൂ. പ്രഹ്ലാദൻ, സംഹ്ലാദൻ, ഹറാദൻ, അനുഹ്രാദൻ ഇവരുടെ വംശാവലി വേറെ വരുന്നുണ്ട്. അത് വലിയ വിഷയമാണ്, അത് വിട്. പ്രഹ്ലാദന്റെ മകനായിട്ട് വിരോചനൻ ജനിച്ചു. വിരോചനന്റെ പുത്രനായാണ് മഹാബലി പിറന്നത്. മഹാബലി അങ്ങ് സൗദി അറേബ്യയിൽ നിന്നും വന്ന ആളല്ല, അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മഹാബലിയുടെ പൂർവ്വജന്മത്തിലെ പേര് കീതവൻ എന്നായിരുന്നു. ഈ വിവരണം സ്കന്ധപുരാണം മഹേശ്വര സ്കന്ധം 18-ാം അധ്യായത്തിൽ കാണാം. മഹാബലിയിൽ നിന്ന് ബാണനും ബാണനിൽ നിന്ന് നിവാദ കവചന്മാർ എന്ന പേരിൽ 4 കോടിയിലേറെ അസുരന്മാരും പിൽക്കാലത്ത് ജനിച്ചു. ഇനി ഇവർ തമ്മിലുള്ള അടിപിടിയുടെ കഥയാണ് മനസ്സിലാക്കേണ്ടത്. യൗവനയുക്തനായ ബലി ഇന്ദ്രനോട് യുദ്ധത്തിൽ തോറ്റു. പ്രാണഹാനിയും സംഭവിച്ചു, ബലിയെ കൊന്നു. പക്ഷേ അത്യുഗ്ര കർമ്മങ്ങളിലൂടെ അസുരഗുരുവായ ശുക്രാചാര്യർ ബലിയെ പുനരുജ്ജീവിപ്പിച്ചു. എന്നിട്ട് തൻ്റെ വർഗം ദേവലോകം പിടിച്ചടക്കണമെന്ന ശുക്രാചാര്യരുടെ ദൃഢനിശ്ചയവും അങ്ങനെ തന്നെ കൊന്ന ഇന്ദ്രനെ നാശപ്പെടുത്തണമെന്ന വൈരാഗ്യം, അതിനപ്പുറം വലിയ വൈരാഗ്യമില്ലല്ലോ, ആ ബലിയുടെ പ്രതികാര വാഞ്ചയും കൂടെ സംഗമിച്ചപ്പോൾ അസുരപക്ഷം വളരെ ശക്തിയായി. എന്നിട്ട് ബലി ദേവേന്ദ്രനെ വീണ്ടും ആക്രമിച്ച് പരാജയപ്പെടുത്തുകയും സകല സമ്പത്തും അപഹരിക്കുകയും ചെയ്തു. മാർഗമധ്യേ സമ്പത്തിന്റെ വലിയൊരു അംശം സമുദ്രത്തിൽ പതിച്ചു. വിഗതധനം വീണ്ടെടുക്കുവാനായി ബലി കൂടി ചേർന്ന് കടൽ കടഞ്ഞു. മൃതസഞ്ജീവിനി വിദ്യ ഉണ്ടായിരുന്നതിനാൽ അസുരന്മാർ കൊല്ലപ്പെട്ടാലും പുനർജീവിച്ചു പോന്നു. പക്ഷേ ദേവന്മാർക്ക് അത് സാധിച്ചിരുന്നില്ല. ആ കുറവ് പരിഹരിക്കാൻ അമൃതകുംഭം കടഞ്ഞെടുക്കുകയായിരുന്നു ദേവന്മാരുടെ ലക്ഷ്യം. അത് ചാക്ഷുഷ മന്വന്തരത്തിൽ മന്ത്രദ്രുമൻ എന്നു പേരായ ഇന്ദ്രൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണെന്ന് വിഷ്ണുപുരാണം 1-ാം അംശം 9-ാം അധ്യായത്തിലും മത്സ്യപുരാണം 250-250 അധ്യായങ്ങളിലും വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശുക്രാചാര്യർ വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തി മഹാശക്തിമാനാക്കിയ ബലി ഇന്ദ്രലോകം ആക്രമിച്ചതായും അവിടം പിടിച്ചടക്കി ആവാസം ഉറപ്പിച്ചതായും മഹാഭാഗവതം അഷ്ടമസ്കന്ധം 15-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആർഗ്യുമെന്റിനും വല്ല അർത്ഥമുണ്ടോ? അയ്യോ, മഹാബലി ഒന്നിനും പോയില്ല, മറ്റങ്ങരിഞ്ഞോട്ട് വന്നങ്ങ് ചവിട്ടി താക്കുകയാണെന്ന് പറഞ്ഞതിന് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ? നമ്മളൊരു കാര്യം പറയുമ്പം ബൗദ്ധികമായ സത്യസന്ധത ഉണ്ടാകണം. ദർ ഷുഡ് ബി ഇന്റലക്ച്വൽ ട്രസ്റ്റ് വർത്തിനെസ്. ഇന്നതില്ല. ഈ പറയുന്നവൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനും ജാതിപരമായും മതപരമായും ഒക്കെയുള്ള താല്പര്യത്തിനനുസരിച്ച് എന്ത് മണ്ടത്തരം പറയുക. കാരണം ഹിന്ദു സമൂഹത്തിന് ഇതൊന്നും അറിഞ്ഞൂടാ. ഹിന്ദു സമൂഹത്തിൻ്റെ അജ്ഞതയാണ് ഇവരെ എൻകാഷ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ സംഭവിച്ചത്? മുഴുവോട്ട് വിളയ തർജ്ജമ അവിടെ ഞാനെല്ലാം പറഞ്ഞിരിക്കാൻ സമയമില്ല. ഈ സമയത്ത് ഇന്ദ്രൻ എവിടെ പോയി എന്നറിഞ്ഞൂടാ, തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞൂടാ. ഈ സമയത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നു, കുറേ ഗുണ്ടകൾ വന്ന് എന്നെ തല്ലിച്ചടിക്കുന്നു. ഈ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് എന്നെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാൻ ആഗ്രഹം ഉണ്ടാവുന്നത് തെറ്റല്ലല്ലോ. അടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാൻ അധികാരമുണ്ടല്ലോ. ഇത് മാത്രമേ അതിഥി മാതാവ് ചെയ്തുള്ളൂ. ഈ വിധം അവർ മറഞ്ഞിടവേ രാജധാനി ആവാസമാക്കി ബലി മുപ്പാരും അടക്കിനാർ എന്ന് പറഞ്ഞതിൻ്റെ ആ പ്രകടനത്തിൻ്റെ കണ്ടിന്യൂവേഷൻ വലിയൊരു പ്രകടനം വരുന്നുണ്ട്. ഞാൻ അത് മൊത്തം ഇപ്പോൾ പറയാനിരിക്കത്തില്ല, സമയം തീരത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാത അതിഥിസ്ഥതാഹൃദയ ത്രിവിഷ്ടവേ ദൈത്യവര്യതപ്യനാഥവത്. ഏവം പുത്രേഷു നഷ്ടേഷു, ഇങ്ങനെ തൻ്റെ പുത്രൻ ഇങ്ങനെ പോയ സമയത്ത് ദേവമാത അതിഥി ഹൃദയ ത്രിവിഷ്ടഭയ ദൈത്യ പര്യതപ്യത അനാഥവത്, അനാഥയെ പോലെ കരഞ്ഞുകൊണ്ട് കശ്യപ പ്രജാപതിയുടെ അടുത്ത് എന്നിട്ട് എൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, എൻ്റെ ഭാര്യ ശചീദേവി ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ
ഒന്ന് നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ കശ്യപ പ്രജാപതി ഭഗവാനിൽ നിന്ന് തന്നെ, ബ്രഹ്മാവിൽ നിന്ന് തന്നെ അംശം സ്വീകരിച്ചു വന്നിട്ടുള്ള വളരെ ത്രികാലാതീത ജ്ഞാനിയാണ്. അദ്ദേഹം സങ്കല്പിച്ചിട്ട് എന്താണ് ഭാവിയിൽ വരാൻ പോകുന്നത്, ഇത് ആരുടെ നിശ്ചയമാണെന്ന് സങ്കല്പിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ശ്രീഹരി വിഷ്ണുവിൻ്റെ ഒരു അവതാരം എടുക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ അതിനെ കളമൊരുക്കുകയാണ് ഈ ചെയ്യുന്നത്. ഒരു ലാൻഡിങ്ങിന് പാളം ഒരുക്കണമല്ലോ, റൺവേ എടുക്കണമല്ലോ, അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഭദ്രേ സങ്കടപ്പെടേണ്ട, ഭഗവാൻ അതിഗംഭീരമായ ഒരു അവതാരം എടുക്കുവാനുള്ള അവസരമായിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വേഗം തന്നെ പയോവ്രതം എന്ന് പറഞ്ഞൊരു വ്രതമുണ്ട്. ആ പയോവ്രതം അനുഷ്ഠിച്ചുകൊള്ളൂ. പയോവ്രതത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ പ്രത്യക്ഷനാകും. അപ്പം നിന്റെ സങ്കടം പറഞ്ഞുകൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ നേരെ പോയിട്ട് അതിഥി മാതാവ് പയോവ്രതം അനുഷ്ഠിക്കുന്നു. കഠിനമായിട്ടുള്ള പയോവ്രതം അനുഷ്ഠിക്കുന്നു. പയോവ്രതം അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ അന്ത്യത്തിൽ ശ്രീഹരി വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അമ്മേ എന്താണ് അവിടുത്തെ സങ്കടങ്ങളെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, എൻ്റെ മകനെ കാണുന്നില്ല, ഇവരിങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ പറയുന്നു, പയോവ്രതേന അനുഗുണം സമീഡിത സ്വാംശേന പുത്രത്വമേസുരാൻ വക്താസ്വം അരീചതപസ്യധിഷ്ഠിത. അങ്ങ് സങ്കടപ്പെടേണ്ട, സ്വാംശേന പുത്രത്വമേസുരാൻ, അങ്ങേക്ക് ഞാൻ എൻ്റെ അംശം കൊണ്ട് പുത്രത്വത്തെ സ്വീകരിച്ച് അവിടുത്തെ പുത്രനായിട്ട് തന്നെ ജനനം സ്വീകരിച്ചിട്ട് ഞാൻ വക്താസ്മി അരീച തപസ്യധിഷ്ഠിത, ഇവരുടെ എല്ലാ സങ്കടങ്ങളെ ഞാൻ യവനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ ഭഗവാൻ അതിഗംഭീരമായ തൻ്റെ അവതാരം സ്വീകരിക്കുകയാണ്. ഇത് പറഞ്ഞു വെച്ചേക്കുന്നത് ഭാഗവതത്തിലെ 8-ാം അധ്യായത്തിലെ 17-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകത്തിലാണ്. അങ്ങനെ ഭഗവാൻ അതിഥി മാതാവിന് കൊടുത്ത ഉറപ്പ് പ്രകാരമാണ് അവതാരം സ്വീകരിക്കുന്നത്. അത് മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാദ്രപദ മാസത്തിൽ ശുക്ലപക്ഷത്തിൽ 12-ാം തിഥിയിൽ ശ്രാവണ നക്ഷത്രത്തിൽ അഭിജിത്ത് എന്ന ശുഭമുഹൂർത്തത്തിൽ ചതുർബാഹുവായി ജന്മമെടുത്ത ഭഗവാൻ ശ്രീ ഹരി മഹാവിഷ്ണു വാമനനായി അവസ്ഥാന്തരത്തെ പ്രാപിച്ച് ഉപേന്ദ്രൻ എന്ന പേരോടെ സർവ്വദേവതകളിൽ നിന്ന് ലഭ്യങ്ങളായ ദിവ്യ ഉപഹാരങ്ങളും പരിഗ്രഹിച്ചുകൊണ്ട് നർമ്മദ നദിയുടെ വടക്കേ തീരത്ത് ഭൃഗുകച്ഛകം എന്ന സ്ഥലത്ത് മഹാബലിയാഗം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തിലേക്ക് മന്ദം മന്ദം കടന്നു ചെന്നു. അഗ്നിയോ സനൽകുമാരനോ സാക്ഷാൽ സൂര്യദേവൻ തന്നെയോ കടന്നു വരുന്നതെന്ന് വിസ്മയിച്ച് സകലരും നോക്കി നിൽക്കെ ഛത്രം, ദണ്ഡം, സജലമായ കമണ്ഡലു എന്നിവയെല്ലാം ഏന്തിക്കൊണ്ട് മഹോ തേജസ്വിയായ ഭഗവാൻ മടുരൂപിയായി യജ്ഞവാടത്തെ പ്രാപിച്ചു. ആഗമനോദ്ദേശം ആരാഞ്ഞ മഹാബലിയോട് വാമനരൂപിയായ ഭഗവാൻ ആവശ്യപ്പെട്ടു. തസ്മാത്തോ മഹീമീഷദ്വരേഹം വൃണേഹം വരദർഷഭ പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ. അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ബലി. അപ്പോൾ തസ്മാത് ത്വത്തോ മഹീമീഷത് വ്രണേഹം വരദർഷഭ പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ നാന്യത്തേകാമേ രാജൻ വദാന്യ ജഗദീശ്വര നൈന പ്രാപ്നോതി വൈ വിദ്വാൻ യാവദർത്ഥ പ്രതിഗ്രഹ. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ട്രാൻസ്ലേഷനാണ്. ഈ മുഴങ്ങോട്ടുകൂടെ ട്രാൻസ്ലേഷനാണ് ഭാഗവതത്തിലെ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകം. അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് കന്യാകുമാരിയിൽ. നാരായണ പിഷാരടിയുടെ നേതൃത്വത്തിൽ അവിടെ 9 ദിവസം നീണ്ടു നിന്ന വർക്ക്ഷോപ്പിൽ കേരളത്തിലുണ്ടായ മൂലം ഭാഗവതത്തിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ബുക്കുകളും പരിശോധിച്ചിട്ട് ഏകകണ്ഠേന സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മുഴങ്ങോട്ടുപിള്ളയുടെ ട്രാൻസ്ലേഷനാണ് ഏറ്റവും ഗംഭീരം പുസ്തകം. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? വരദന്മാരിൽ ശ്രേഷ്ഠനാകിന ഭവാനോട് വരിച്ചിടുന്നേനൽപ്പം ഭൂമി ഞാൻ സുരേന്ദ്ര എന്നുടെ ഈ പാദത്താൽ 3 വടി അളവാളും മന്നിടം മാത്രം ദാനം ചെയ്യുന്നതേ വേണ്ടു. എടുത്തു പറയാ, എന്നുടെ ഈ പാദത്താൽ, ഈ പാദം എൻ്റെ പാദം, ഈ പാദം എന്തൊക്കെ ഗോഷ്ഠികൾ കാണിക്കുമെന്ന് എനിക്കറിയാം. എന്നുടെ ഈ പാദത്താൽ 3 വടി അളവാളും മന്നിടം മാത്രം ദാനം ചെയ്യുന്നതേ വേണ്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അടുത്ത ശ്ലോകങ്ങളാണ് ബുദ്ധിജീവികൾ ഏറ്റവും കൂടുതൽ ഒളിച്ചു വെക്കുന്ന സാധനം, കള്ളക്കളത്ത്. എന്താണെന്നറിയാമോ? മഹാബലിയുടെ ഉള്ളിലെ ഔദ്ധത്യം അങ്ങ് ഉണർന്നു. എന്നിട്ട് ഭഗവാന്റെ മായ കൊണ്ട് മഹാബലി അങ്ങ് മൂടി. കാരണം താൻ ആരാണെന്ന് ആ സമയത്ത് മഹാബലിക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ പാടില്ല. അത് ഭഗവാന്റെ നിശ്ചയം. എന്നിട്ട് ആ മായ കൊണ്ട് മൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാബലിയുടെ ഉള്ളിലെ അഹന്ത അങ്ങ് ഉണർന്നു. എന്നിട്ട് മഹാബലി ചിന്തിക്കുകയാണ്, മാം വജോഭിസമാരാധ്യാലോകാനാം ഏകമീശ്വരം പദത്രയം വ്രണീദേയോ ബുദ്ധിമൻ ദ്വിപദാശുഷം നപുമൻ മാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹസേ തസ്മാത് വൃത്തികരിം ഭൂമിം പട്ടോ കാമം പ്രതീക്ഷമേ. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. മുഴങ്ങോട്ടുള്ള ലോകങ്ങൾക്കെല്ലാം ഏകനാഥനായി ദീപക്കണക്കേക്കുവാൻ പോലും എന്നെ സ്തുതിയാൽ തുഷ്ടനാക്കി 3 വടി സ്ഥലം മാത്രം ആവശ്യപ്പെടുന്നവൻ ഭൂവിതിൽ ഭോഷന്മാരിലൊക്കെയും അഗ്രേസരൻ. എന്നോടൊരിക്കൽ വന്ന് യാചിക്കുന്നവൻ പിന്നെ അന്യരോടൊരിക്കലും ഇരക്കാൻ അർഹനല്ല. അതിനാൽ അങ്ങേക്ക് ഉപജീവനത്തിന് വേണ്ടും ക്ഷീതി അങ്ങ് എന്നോടിന്ന് ദാനമായി വാങ്ങിക്കൊള്ളൂ. തൃശ്ശൂർ പൂരത്തിന് കമ്പംകൊട്ട് നടത്തുന്ന മുഖ്യ ആശാന്റെ വീട്ടിൽ ചെന്നിട്ട് പീക്കറി പടക്കം കാണിച്ചിട്ട് ഇത് പടക്കമാണ്, ഇത് പൊട്ടിയാക്കട്ടോ, ഭയങ്കര കുഴപ്പമാണ്.
ഇതുപോലത്തെ പരിപാടി ഇല്ലയോ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും രൂപാന്തരപ്രാപ്തിയും നിർവഹിക്കുന്ന സർവേശ്വരന്റെ അടുത്താണ് പറയുന്നത്, ലോകങ്ങൾക്കെല്ലാം ഏകനാഥനായി ദ്വീപക്കണക്കേകുവാൻ പോലും എന്നെ സ്തുതിയാൽ തുഷ്ടനാക്കി. ഇയാളെന്തോ സ്തുതിച്ചു? ഒന്നും സ്തുതിച്ചില്ല. 3 അടി സ്ഥലം മാത്രം ആവശ്യപ്പെടുന്നവൻ ഭൂവിതിൽ ഭോഷന്മാരിലൊക്കെയും അഗ്രേസരൻ. ഭഗവാനെ എടാ ഫൂളെന്നല്ലേ, ഡാം ഫൂളെന്നല്ലേ വിളിച്ചത്. എന്നിട്ടോ അതിന് ജസ്റ്റിഫിക്കേഷൻ, എന്നോട് ഒരിക്കൽ വന്ന് യാചിക്കുന്നവൻ പിന്നെ അന്യരോട് ഒരിക്കലും ഇരക്കാനർഹനല്ല. അതിനാല് അങ്ങേക്ക് ഉപജീവനത്തിന് വേണ്ടും ക്ഷിതി അങ്ങ് എന്നോട് ഇന്ന് ദാനമായി വാങ്ങിക്കൊള്ളൂ. ഈ വിഷ്ടപത്തിന്റെ മൊത്തവും പ്രപഞ്ചത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ മൊത്തവും ഓണറുടെ അടുത്താണ് പറഞ്ഞത്. അങ്ങേക്ക് എത്ര പെരടം വേണം അതങ്ങ് എടുത്തോളാം. ഈ ഫൂളറി, ഇതിന്റെ മറുവശം പ്രപഞ്ചത്തോട് ആരെങ്കിലും പറയുന്നുണ്ട്? ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ ചിരിച്ചു. കാരണം ഇവനെ ഈ ലെവൽ വരെ കൊണ്ടെത്തിക്കുകയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. അപ്പം ഭഗവാൻ വെച്ച ട്രാപ്പില് യവൻ കൃത്യമായിട്ടും വന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് ഇത് ഡിമാൻഡ് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് എനിക്കാണ് മോശം. അപ്പൊ പറയുന്നു, ഞാൻ അങ്ങനെ യാതൊരു കാരണവശാലും അത് മാറ്റത്തില്ല. എന്നിട്ട് പറയുകയാണ്, ഒരു 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 ഉത്തമനായ വ്യക്തി അയാൾ ഒരു സംഗതി ചെന്ന് ഒരു രാജാവിനോട് ചോദിക്കുന്നു. അത് പിന്നെ പരുവം പോലെ മാറ്റി മാറ്റി പറയുന്നത് ശരിയല്ല. പിന്നെ ഉത്തമനായ ഒരു 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 ബ്രാഹ്മണന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ് ഭഗവാന്റെ ഇച്ഛ, അതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് ശാന്തമായിട്ട് ജീവിക്കുകയാണ് ഉത്തമനായ ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം. ഇതും അങ്ങോട്ട് പറയുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഔദ്ധത്യം പിന്നെയും അങ്ങോട്ട് വർദ്ധിക്കുന്നു. എന്നിട്ട് ഈ ദൃഢം പണ്ഡിതമാന്യജ്ഞ സ്തബ്ധോ അസ്യ അസ്മദുപേക്ഷയ മത് ശാസന അതിഗോയസ്ത്വം അചിരാദ പ്രസ്യസേ ശ്രിയ എന്ന് അവിടെ ശുക്രൻ ശപിക്കുകയാണ്. കാരണം ശുക്രന് മനസ്സിലായി ഈ വന്ന് നിൽക്കുന്ന കക്ഷിയാരാണ്. അടുത്ത് എന്ന് പറഞ്ഞു, നീ പെട്ടെന്ന് കാലുവരിക്കോ മാറ്റി പറയണമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ പ്രാഹ്ലാദികതവോ യഥ, പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നയാളാണ്, അതുകൊണ്ട് ഞാൻ യാതൊരു കാരണവശാലും മാറ്റി പറയത്തില്ല. മാത്രവുമല്ല വളരെ വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ഭഗവാൻ തന്നെയാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഈ ശുക്രന്റെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹാബലി ഒരു ഒക്കേഷൻ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം തൻ്റെ മുതമുത്തച്ഛനായ പ്രഹ്ലാദൻ ഭഗവാന്റെ ഡയറക്റ്റ് ആക്സസിൽ കൂടെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള കഥ ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഭഗവത് സേവയ്ക്ക് ഭഗവാൻ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് അവസരം തരികയാണെന്നുണ്ടെങ്കിൽ ഈ രാക്ഷസന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. എന്നിട്ട് അദ്ദേഹം ആ അവസരം അങ്ങോട്ട് എടുത്തു. വടുരൂപി കർണസെ കൊടുപ്പാനായ ആരംഭിച്ച അസുരേന്ദ്രൻ നിന്നുരച്ചത് കണ്ട് ശുക്രനും ശാപം ചെയ്താൻ. ശുക്രൻ ശപിക്കുക, ദൃഢം പണ്ഡിതമാന്യജ്ഞ സ്തബ്ധ്വാസ്യസ്മദുപേക്ഷയ മത് ശാസനാതിഗോയസ്ത്വം അചിരാദധ്വസ്യസേ ശ്രിയ. അതിൻ്റെ മലയാളം മുഴങ്ങോട്ട് വിളയുടെ മലയാളമുണ്ട്. പണ്ഡിതമാനിയായിട്ട് എന്നുടെ നിദേശത്തെ ഖണ്ഡിച്ച് ഗുരുവാകുമെന്നെയും ഉപേക്ഷിച്ച് എന്നാജ്ഞ ലംഘിച്ച് അഹങ്കരിപ്പോരജ്ഞനാം നിന്നുന്നതൈശ്വര്യം നശിക്കട്ടെ ഈ ക്ഷണമെന്നാൻ. ശപിക്കുകയാണ്. ഇത് ഭാഗവതത്തിലെ വരികളാണ്. ഇത് ഈ ബുദ്ധിജീവികളെന്ന് പറയുന്നവന്മാർ ഇന്ന് വരെ സമൂഹത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇവരെന്താ പറയാത്തത്? അവർക്കിഷ്ടമുള്ള ചില ഭാഗങ്ങൾ മാത്രം വെട്ടിയെടുത്ത് കൊടുക്കുക, അല്ലേ? ഇപ്പം നഖം മാത്രം വെട്ടിയെടുത്തിട്ട് മനുഷ്യൻ സമം നഖം, മുടി മാത്രം വെട്ടിയെടുത്തിട്ട് മനുഷ്യൻ സമം മുടി. ഇനി മനുഷ്യൻ്റെ ഫോട്ടോ കൊടുക്കേണ്ടി വരുമ്പം മനുഷ്യൻ്റെ മുതുകിൻ്റെ പടം കൊടുത്തിട്ട് ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്ന പോലത്തെ ഡ്യൂപ്ലിക്കസി അല്ലേ കാണിക്കുന്നത്? തോന്നിവാസമല്ലേ? ഈ സമയത്ത് മഹാബലി ഘോരമായ ആനന്ദത്തിൽ അങ്ങോട്ട് ആറാടി. അദ്ദേഹത്തിൻ്റെ മനസ്സ് വൈഷ്ണവ ചൈതന്യം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. രക്ഷപ്പെട്ടു. എന്നിട്ട് വിന്ധ്യാവലി ഇത് മനസ്സിലാക്കുന്നു. വിന്ധ്യാവലി മഹാബലിയുടെ ഭാര്യ. വിന്ധ്യാവലി വടുരൂപിക്ക് അവിടെ ഈ ഭൂദാനം നടത്താൻ വേണ്ട പൂജാദ്രവ്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ സമയത്ത് വല്ലാത്തൊരു ആനന്ദത്തിൽ അങ്ങോട്ട് മുഴുകി. എനിക്കിത് ചുരുക്കാനാണ് ഞാൻ പാടുപെടുന്നത്, ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞിടാം. അവസാനം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, യോനോഭവായ പ്രാഗാസീത് അഭവായ ദിവൗകസാം സയേവ ഭഗവാൻ അദ്യ വർത്തതേത് വിപര്യം. ഏതൊരു ദേവനാണോ നമുക്ക് പണ്ട് ഉത്കർഷങ്ങൾ തന്നിരുന്നത്, ആ ദേവൻ തന്നെയാണ് ഇപ്പോൾ നമ്മിലെ സാത്വിക ഭാവം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവിടെ വന്ന് എന്നെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ഭടന്മാരോടും പരിജനങ്ങളോടും ഒക്കെ ദൂരെ മാറി നിന്നിട്ട് ദിവ്യസ്വരൂപത്തെ ആക്രമിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് ബലി അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടക്സ്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബലിയെ നാഗപാശത്താൽ ബന്ധിച്ച് ഭഗവാൻ അവിടെ ഇരുത്തുന്നു. എന്നിട്ട് ഈ പെട്ടെന്ന് തന്നെ ത്രിവിക്രമൻ എന്ന ഭാവത്തിലേക്ക് ഭഗവാൻ വളരുന്നു. എന്നിട്ട് ഭഗവാന്റെ പാദനഖം കൊണ്ടിട്ട് ഗംഗാ നദിയുടെ ഉദ്ഭവം, ഈ ഭാഗമൊക്കെ ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതൊക്കെ പറയേണ്ടതാണ്, വിശദീകരിക്കാൻ. അതൊക്കെ ഞാൻ അവിടെ നിർത്തുന്നു. അവസാനം സമസ്ത ദേവതകളും ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നു. അപാരമായ ഈ ബ്രഹ്മാണ്ഡം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നു അതിഭയങ്കരമായ വൈഷ്ണവ സ്വരൂപം. അത്രയും വലിയ വൈഷ്ണവ സ്വരൂപം ഒരിക്കലും അതിനു മുമ്പ് ഭഗവാൻ എടുത്തിട്ടില്ല, ആ രൂപം എടുത്തിട്ടില്ല. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ ശേഷം സമസ്ത ദേവതകളും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഒരു പദം കൊണ്ട് ഭൂമിയും മറ്റേ പദം കൊണ്ട് ബ്രഹ്മാണ്ഡം മൊത്തവും ഭഗവാൻ ആവാസിതനായി എന്ന ബോധം മഹാബലിക്ക് വരുന്നു. ഭഗവാൻ അവിടെ ക്രോസ് സ്റ്റാഫിൽ ജംഗലയായിട്ട് അളക്കാൻ പോയോ? ഇല്ലല്ലോ. ഭഗവാൻ അവിടെ നിൽക്കുന്നു, ഈ വടുരൂപിക്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ മഹാബലിക്ക് മാത്രം ആ ഫീലിംഗ് കൊടുത്തു. വേറെ ആരും ഇങ്ങനെ അളക്കാൻ പോയതൊന്നും കാണുന്നില്ല. എന്നിട്ട് ഈ ബ്രഹ്മാണ്ഡം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് അത് ദിവ്യസ്വരൂപം. ദിവ്യസ്വരൂപം അവിടെ ഇരിക്കുന്ന അസുരന്മാരെയും തോന്നിവാസികളെയും കാണിക്കാനുള്ളതാണ്. അല്ല, മഹാബലിക്ക് മാത്രം തൻ്റെ ദിവ്യസ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. അതുപോലെ മഹാബലി രക്ഷപ്പെട്ടു. പ്രഹ്ലാദന് പോലും കാണിച്ചു കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ അതിൻ്റെ ഒരു മഹത്വം? ഇത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. ഈ ദിവ്യസ്വരൂപത്തെ ആക്രമിക്കാനാണ് ഇവന്മാർ വരുന്നത്, അസുരന്മാർ. അപ്പം കർശന ഭാഷയല്ല പറയുന്നത്. യോനോ ഭവായ പ്രാഗാസീത ഭവായ ദിവൗകസാം സയേവ ഭഗവാനദ്യ വർത്തതേ തദ് വിപര്യം. മുന്നം ഏതൊരു ദേവൻ നമുക്കുത്കർഷത്തിനും വിണ്ണോർതൻ നാശത്തിനും സങ്കല്പിച്ചിരുന്നുവോ, ആ ദേവൻ തന്നെ ഇപ്പോൾ നമുക്കു നാശത്തിനും വൃന്ദാരവോന്നതിക്കും ഉത്സാഹിച്ചിടുന്നിതേ. അപ്പം നമുക്ക് പുണ്യം ക്ഷയിച്ചപ്പോൾ അതേ ദേവൻ തന്നെ നമുക്ക് കിട്ടിയ വെർച്യൂസിനെ എടുത്ത് അർഹിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. കാരണം ആ ജോലി ചെയ്യാൻ പ്രപഞ്ചത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, രണ്ടാമതാരുമില്ല. ഭഗവാനാണല്ലോ അമേരിക്ക ലോക പോലീസ് കളിക്കുന്നെന്ന് പറയത്തില്ലേ, അതിനു മുമ്പ് ലോക പോലീസ് കളിച്ചത് ഭഗവാനാണ്. കാരണം എല്ലായിടത്തും മൊറാലിറ്റിയും എല്ലായിടത്തും ജസ്റ്റിസും ഇത് പാലിക്കേണ്ടത് ഭഗവാന്റെ ഉത്തരവാദിത്തമല്ലേ. ബിക്കോസ് ഹീസ് ദി ക്രിയേറ്റർ, ഹീസ് ദ മെയിൻറ്റെയിനർ ആൻഡ് ഹീസ് ദ ഡിസോൾവർ. ദർ ഇസ് നോ പ്രോസസ് നോൺ ആസ് അനിഹിലേഷൻ. സാധിക്കത്തില്ല. അപ്പം അങ്ങനെ വരുന്ന ഭഗവാൻ അതിദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തെ ഇങ്ങനെ ദർശിച്ച് ആനന്ദിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അതിഭയങ്കരമായ ഒരു സംഭവം നടക്കുന്നു. എന്താണെന്ന് വെച്ചിരുന്നാൽ അവിടേക്ക് പ്രഹ്ലാദൻ അങ്ങോട്ട് എത്തിച്ചേരുക. പ്രഹ്ലാദൻ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തരീക്ഷം മൊത്തം മാറി. ഭഗവാന്റെ ശ്രദ്ധ പ്രഹ്ലാദനിലേക്ക് പോയി. അപ്പോൾ ഭഗവാൻ അവിടേക്ക് വന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ വൈഷ്ണവ സ്വരൂപത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് ഈ ദിവ്യ സ്വരൂപത്തെ എടുത്തിരിക്കുന്നത് വളരെ ശ്രേഷ്ഠം തന്നെ. ത്വയൈവ ദത്തം പദം ഐന്ദ്രമൂർജിതം ഹൃതം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോ ഹ്യനുഗ്രഹോ അഭിഭ്രംശ്രിയോ യശ്രിയ ആത്മമോഹനാത്. അത് പറയുകയാണ്, സമർത്ഥമൈന്ദ്രം പദമങ്ങിവന്നെ കിട്ടതിസമയം തിരിച്ചെടുത്തുന്നത് ശോഭനം താൻ ഇവൻ അകൃത്യമൊരു മഹാനുഗ്രഹമായി ഭവിച്ചിട്ടുണ്ടെന്നു താൻ വിചാരിച്ചിടുന്നു ഞാൻ. പ്രഹ്ലാദൻ പറയുക സ്വന്തം ചെറുമകനെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് വളരെ ദിവ്യമായ പരിപക്വമായ ഒരു കർമ്മമാണ് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വളരെ നല്ലത് തന്നെ. എൻ്റെ ചെറുമകനായ ബലി ദേവലോകം ആക്രമിച്ച് സർവനാശം വരുത്തുക വഴി അകൃത്യമാണ് ചെയ്തതെങ്കിലും അത് അവിടുത്തെ ദിവ്യ ദർശനത്തിന് ഹേതുവായി തീർന്നു. അത് വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ഇവനിൽ നിന്ന് ഇന്ദ്രപട്ടം തിരിച്ചെടുക്കുന്നതും ശോഭനമായ കാര്യം തന്നെ. കായികശേഷി, ധനമതം, ദുഷ്പ്രേരണ തുടങ്ങിയവയാൽ ഇവൻ ചെയ്ത സകല അരുതായ്മകളും പുറത്ത് മോക്ഷമേകണേ എന്ന് പ്രഹ്ലാദൻ ബലിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാരുണ്യപൂർവ്വം ഭഗവാൻ പറയുന്നു, ഇവർക്ക് രണ്ടുപേർക്കും ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് പിന്നെ പറയുന്നത് ഭഗവാന്റെ വാക്കുകൾ. യേശമേഭർ അഭിതസ്ഥാനം ദുഷ്പ്രാപം അമരൈരവി സാവർണേരം ദരസ്യായം ഭവിതീന്ദ്രോമദാശ്രയ താവത് സുതലമധ്യാസ്ഥാം വിശ്വകർമ്മ വിനിർമ്മിതം എം നാഥേശ്ച ക്ലമസ്തന്ത്രാപരാഭവ. അടുത്ത വരി ശ്രദ്ധിക്കണം. രക്ഷിഷേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷതേ ഭവാൻ തത്ര ദാനവദൈത്യാനാം സംഗത്തെ ഭാവ ആസുര ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യ കുണ്ഠോ വിനങ്ഷസി. എന്താ പറയുന്നത്? ഞാൻ ഇവൻ അമർത്യരാൽ പോലും അപ്രാപ്യമാകും സ്ഥാനമേ കീടിനേനം എന്ന അവലംബനത്തോടും. മാത്രവുമല്ല ഭാവിയിലാണ് ഇവന് മന്വന്തരത്തിൽ, സാവർണ്യ മന്വന്തരത്തിലാണ് ഇവൻ ഇന്ദ്രപട്ടം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അവൻ നേരത്തെ കയറി അത് പിടിച്ചു പറിച്ചത്. അപ്പം 14 മനുക്കളാണ്. സ്വയംഭുവനു, സ്വരോജിഷമനു, ഔത്തമമനു, താമസമനു, രൈവതമനു, ചാക്ഷുഷമനു, വൈവസ്വതമനു.
ഇപ്പം വയോസ്വത മന്വന്തര ഓടുന്നത്. 8ാം മന്വന്തരമാണ് സാവർണ്യമനു. സാവർണ്യമനു, ദക്ഷസാവർണ്യമനു, ധർമ്മസാവർണ്യമനു, ദേവസാവർണ്യമനു, രുദ്രസാവർണ്യമനു, ഇങ്ങനെയാണ് 14 മനുക്കളുടെ ഇത് വരുന്നത്. അതിൽ 8ാം മന്വന്തരത്തിൽ മാത്രമേ യവന് സ്ഥാനമുള്ളൂ. ഇവൻ അതിനു മുമ്പ് കയറി പിടിച്ചെടുത്തതാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികൾ, അതിൽ മൂത്ത കുട്ടിക്ക് കുറച്ച് കായിക ശേഷിയുണ്ട്. അപ്പം ഇളയ കുട്ടിക്ക് കളിക്കാൻ അമ്മ കൊടുത്ത കളിപ്പാട്ടം മൂത്ത കുട്ടി തട്ടിപ്പറിച്ചെടുക്കും. അപ്പം അമ്മയുടെ ജോലി എന്താ? ഇവിടെ വേടാ പിടിച്ച് പറിച്ചെടുത്ത് ചെവി മുറുക്കി ഇത് തിരിച്ച് ഈ കുട്ടിക്ക് കൊടുക്കും. ഭഗവാൻ ഇതേ ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ ഇവൻ അമർത്യരാൽ പോലും അപ്രാപ്യമാകും സ്ഥാനം സാവർണ്യമന്വന്തരത്തിൽ കൊടുക്കും. എടുത്തു പറയുക, സാവർണേർ അന്തരസ്യായം ഭവിതേന്ദ്രോ മതാശ്രയ. എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവൻ ഭാവിയിൽ സാവർണ്യമന്വന്തരത്തിൽ ഇന്ദ്രകാലത്തിൽ ഇന്ദ്രനാകും. താവത് സുതലമധ്യാസ്ഥാം വിശ്വകർമ്മ വിനിർമ്മിതം. സ്വർഗവും സുതലവും 2. സ്വർഗത്തിലെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ പുണ്യാംശം ക്ഷയിച്ചാൽ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി, വീണ്ടും താഴേക്ക് വരേണ്ടി വരും. സുതലത്തിൽ അതില്ല. സുതലത്തിൽ പെർമനന്റ്ലി ജീവിക്കുക. ഇത് മാത്രവുമല്ല, രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്രമാം രക്ഷതേ ഭവാൻ. നിനക്ക് ഇഷ്ടമുള്ള ലക്ഷാവധി പരിജനങ്ങളെ നീ കൂടെ കൊണ്ടുവന്നോളൂ. അവർക്കെല്ലാം നിന്നെ കരുതുന്നത് പോലെ നിനക്ക് തരുന്ന എല്ലാ പരിഗണനയും നൽകി അവരെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് മാത്രവുമല്ല, എത്ര കാലം ഭഗവാൻ സുതലത്തിൽ മഹാബലിയെയും ലക്ഷക്കണക്കിന് പരിജനങ്ങളെയും സർവോധം കൊടുത്ത് മാവേലി നാടുവാണിയിടും കാലം ജീവിക്കുന്നതിനേക്കാളും ഹാപ്പിയായിട്ട് അവിടെ ജീവിപ്പിച്ചോ, അത്രയും കാലം സാക്ഷാൽ ശ്രീഹരി വിഷ്ണു സുതലത്തിൽ മഹാബലിയുടെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ജോലിയും കൂടെ സ്വയം ഏറ്റെടുത്തു. കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ജോലി. ഇത് ഈ ദുഷ്ടന്മാരിത് സമൂഹത്തോട് പറയുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാബലി പൊട്ടിക്കരയാണ്. എന്നിട്ട് താങ്ക്സ് ഗിവിങ് ഒരു ശ്ലോകമുണ്ട്. അഹോ പ്രണാമായ കൃതസമുദ്യമ പ്രപന്ന ഭക്താർത്ഥവിധൗ സമാഹിത ലോകപാലൈസ്തദ അനുഗ്രഹോ അമരേർ അലബ്ധപൂർവേ അപസദേ അസുരേ അർപ്പിതാഹ. രക്ഷിപ്പോ ഭവാൻ നൂനം. ഈ നീചന് അമർത്യർക്കുമെത്താത്തോരനുഗ്രഹമല്ലയോ തന്നതിപ്പോൾ. മഹാബലിയുടെ വാക്കുകളാണ്. രക്ഷിപ്പൂ ഭവാൻ നൂനം. ഈ നീചനെ സ്വയം വിളിക്കുന്നത് അമർത്യർക്കും ദേവന്മാർക്കും എത്താത്തോരനുഗ്രഹമല്ലയോ തന്നതിപ്പോൾ. മഹാബലിക്കൊരു കംപ്ലൈന്റുമില്ല. അദ്ദേഹം ഭഗവാന് താങ്ക്സ് ഗിവിങ് പറയുക. ഇവിടെ കിടക്കുന്ന ചൊറിയന്മാർക്ക് എരപ്പാളികൾക്കുമാണ് കംപ്ലൈന്റ്. ഈ വാക്ക് മിനിമം ഉപയോഗിക്കാതെ എനിക്ക് ഇവിടുന്ന് പോയാൽ ഞാൻ ഈ പ്രകരണത്തോട് പുലർത്തുന്ന നന്ദികേടാ, ക്ഷമിക്കണം. ശമ്പള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ കുറെ നിഷേധികളും നികൃഷ്ട ജീവികളും. ഞാൻ ചോദിക്കട്ടെ ഒറ്റ സംഗതി, അതിന് ബുദ്ധിപൂർവം മനസാക്ഷിയിൽ നിന്ന് മറുപടി കേൾക്കണം, ശ്രോതാക്കൾ പറയണം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ പടച്ചുണ്ടാക്കി നാടുകളെ പറഞ്ഞത് നടന്നാൽ യുവമാർക്ക് തല്ല് കിട്ടുമോ ഇല്ലേ? ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥയും പറഞ്ഞുകൊണ്ട് നടന്നാൽ തല്ല് കിട്ടുമോ ഇല്ലേ? ഇതാ ഏതവന് എന്ത് കഥയും പടച്ചിറക്കി എവിടെയും പറഞ്ഞുകൊണ്ട് നടക്കാം. പോക്കടിയും ചാക്കാലയില്ലാതെ പഞ്ചായത്ത് വക പോലെ കടക്കുക ഒരു മഹാബലി. ഏതരപ്പാളിക്കും ഉച്ചയിൽ തേങ്ങ അടിച്ചിട്ട് പോവാൻ. ഇതാണോ അവസ്ഥ? ഇതിനൊരു മാറ്റം വരണ്ടേ? പുസ്തകം വായിരപ്പ. നിങ്ങൾ കൂടുതലൊന്നും വായിക്കണ്ട. എഴുത്തച്ഛൻ എഴുതിയ പച്ച മലയാള പുസ്തകം വീട്ടിലുണ്ടല്ലോ, അതെടുത്ത് വെച്ച് വായിച്ചാൽ മതി. യാതൊരു സംശയവും വേണ്ട. എന്ത് കാരുണ്യത്തോടെയാ ഭഗവാൻ. മഹാബലിയെ മാത്രമല്ല, രക്ഷിപ്പൂ ഭവാൻ നൂനം എന്ന് നിലവിളിച്ച് മഹാബലിയുടെ താങ്ക്സ് ഗിവിങ് പറയുന്നത് ചുമ്മാ പറഞ്ഞല്ല, എന്നെ മാത്രം രക്ഷിച്ചതിനല്ല, എൻ്റെ കൂടെ നിന്ന സമസ്ത പരിജനങ്ങളെയും അങ്ങ് കാരുണ്യപൂർവ്വം രക്ഷിച്ചു. അവർക്കെല്ലാം മോക്ഷം കൊടുത്തു, ഭഗവത് ദർശനം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ കാരുണ്യവാരിധിയായ മഹാസാഗരമായി എൻ്റെ മുന്നിൽ നിൽക്കുന്ന സർവേശ്വര എന്ന് പറഞ്ഞിട്ടാണ് പദത്തില് നമസ്കരിക്കുന്നത്. എന്നിട്ടോ തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചുൾക്കനിവിയം അതിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വഹിച്ചുകൊണ്ടൊക്കെ തക്കവേ പൗത്രൻ തന്നോടുകൂടെ പോയ ചെന്നവർ എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണം അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നു, ചെന്നവർ മുകുന്ദ പാദാബ്ജവും ധ്യാനിച്ചുകൊണ്ട് അന്വഹം സുതലത്തിൽ വാണാരങ്ങിരുവരും. കിളിപ്പാട്ടിൽ ഈ വാക്കാ പറഞ്ഞേക്കുന്നു. ചവിട്ടി താത്തിയാ പിന്നെ തൽക്ഷണം പ്രദക്ഷിണം ചെയ്യാൻ പറ്റൂ? എടാ ഊളന്മാരായതുകൊണ്ട് അല്ലേ ഇത് പറയുന്നത്. ഒന്നുകിൽ മലയാളം അറിഞ്ഞോളൂ, അല്ലെങ്കിൽ ഊളന്മാര്. 2 ഓപ്ഷൻസേ ഉള്ളൂ. മൂന്നാമതൊന്നും ഞാൻ കാണുന്നില്ല. തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചുൾക്കനിവിയം അതിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വഹിച്ചുകൊണ്ട്. ചിന്തിച്ചു നോക്കൂ, മഹാബലി ഭക്തവത്സല പ്രസാദത്തെയാണ് വഹിച്ചത്, കഴ്സല്ല, നോ കഴ്സറ്റാൾ. എന്നിട്ട് ഒക്കെ തക്കവേ പൗത്രൻ തന്നോടുകൂടെ പോയാൻ പ്രഹ്ലാദനും കൂടെ പോവുകയാണ്. എന്നിട്ട് ചെന്നവർ മുകുന്ദപാദാബ്ജവും ധ്യാനിച്ചുകൊണ്ട് അന്വഹം സുതലത്തിൽ വണാരങ്ങിരുവരും. ഇരുവരും
പ്രഹ്ലാദനും മഹാബലിയും അവിടെ പോയിട്ട് ഭഗവാനോടൊപ്പം അങ്ങനെ ജീവിക്കുന്നു. ഇനി ഈ ഓണത്തിന് വരുന്നതെന്ന് പറയത്തില്ലേ, ഈ ഓണത്തിന് വരുന്നത് സാക്ഷാത് ശ്രീഹരി വിഷ്ണുവും മഹാബലിയും കൂടെയാണ്. അപ്പം ഈ നമ്മുടെ ഈ കഥയുമായിട്ട് അതിനൊരു ലിങ്കേജ് വരുന്നു. അപ്പം ഓണം ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉണ്ട്. എൻ്റെ പ്രജകളെ കാണാൻ ആഗ്രഹം ചോദിച്ചു. ശരി, നിന്റെ കൂടെ ഞാനും വരാം. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം, എൻ്റെ വീട്ടിലെ 2 പീഠവും 2 ഇടുന്നത്. ഇവിടെ മഹാവിഷ്ണുവിന് വലതുവശത്ത്, വെട്ടിപ്പുറത്ത് മഹാബലിക്കും വിളമ്പും. എന്നിട്ട് ഈ ഞങ്ങളാണ് ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. 3ാമതൊര പിന്നിടും, അതിൽ ഏറ്റവും ഇളയ അനിയത്തിക്ക് ഭക്ഷണം വിളമ്പും. കാരണം മറ്റേതിൽ 2 ഇല ഇടാൻ പറ്റത്തുള്ളൂ. എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ച ആധ്യാത്മിക സംസ്കാരം അത് പുസ്തകത്തിൽ കിടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ ചവിട്ടി തത്തി ഒരു കഥയില്ല. ഹരിമാമന്യ ബ്രഹ്മാണം സംഭവം തഥാ വിവേശസുതലം പ്രീതവു ബലിർമുക്ത സഹാസുരൈഹി ഏവം ഇന്ദ്രായ ഭഗവാൻ പ്രത്യാനീയാത്രിവിഷ്ടപം പൂരയിത്വ അതിഥേയകാമം. അങ്ങനെ അതിഥിയുടെ പ്രാർത്ഥന സത്യസന്ധമായിട്ട് അതിഥിയുടെ സങ്കടം തീർത്തിട്ട് അതിഥിക്കും മോക്ഷം നൽകി. അങ്ങനെ സർവസ്വവും ഒരു മോക്ഷശാസ്ത്രമാണ് മഹാബലിയുടെ ഈ അവതാരം. ഇനി ഒറ്റ സംഗതി കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ വളരെ പ്രശസ്തമായ നാരായണീയം, ആ നാരായണീയത്തിൽ എന്താണ് പറഞ്ഞു വെച്ചേക്കുന്നത് നോക്കണം. നാരായണീയം ദശകം 30-31 20 ശ്ലോകങ്ങളിലായിട്ടാണ് ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 15 മുതൽ 23 വരെ അധ്യായങ്ങളിലുള്ള 335 ശ്ലോകങ്ങളിലായിട്ട് വിവരിച്ചിരിക്കുന്ന വാമനാവതാരം ഭട്ടതിരിപ്പാട് സംഗ്രഹിച്ചിരിക്കുന്നത്. ദശകം 30 1-ാം ശ്ലോകത്തിൽ ശുക്രമഹർഷിയുടെ യാഗശക്തി കൊണ്ട് മഹാപരാക്രമിയായി തീർന്ന മഹാബലി സ്വർഗാദി ത്രിലോകങ്ങളും പിടിച്ചടക്കി ദേവേന്ദ്രനെ പോലും നിഷ്കാസിതനാക്കി എന്ന് വ്യക്തമായിട്ട് നാരായണീയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാരായണീയ സമിതികൾ നാളെ ഉണ്ടല്ലോ, ഇവരെന്താ ഇത് ചോദ്യം ചെയ്യാത്തത്? ഈ തോന്നിവാസം പറയുന്നത് നാരായണീയ സമിതിക്കാരെന്താ ചോദ്യം ചെയ്യാത്തത്? ഇനി കേട്ടോളൂ. എന്നിട്ട് ദശകം 31 2-ാം ശ്ലോകത്തിൽ 3 അടി ഭൂമി ചോദിച്ചതും 3-ാം ശ്ലോകത്തിൽ മഹാബലിയുടെ അഹങ്കാരം നിറഞ്ഞ മറുപടിയും വിശദീകരിച്ചിരിക്കുന്നു. 5-ാം ശ്ലോകത്തിൽ എടുത്ത മറുപടി കേട്ടോളണം. ആ വിഷ്ണു ഭഗവാനാണ് ഈ യാചിക്കുന്നതെങ്കിൽ ഞാൻ പൂർണ്ണകാമനാണ്, ഞാൻ ദാനം കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പരമസന്തുഷ്ടനാകുന്ന ബലിയുടെ ഭാവവും നാരായണീയത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. 3-ാം ദശകം 3-ാം ശ്ലോകം ഞാൻ പറയുക, ഇഫ് എനിബഡി ഹാസ് എ ചാലഞ്ച് ജസ്റ്റ് കം ടു മീ. എൻ്റെ കയ്യിലുമുണ്ട് നാരായണീയം പുസ്തകം, വായിച്ച് നോക്കാം. എന്നിട്ട് പരമസന്തുഷ്ടനാക്കുന്ന ബലിയുടെ ഭാവവും ഉദിച്ചിരിക്കുന്നു. എന്നിട്ട് 10-ാം ശ്ലോകത്തില് ദർപ്പോശിത്യേ വിഹിതമഖിലം ദൈത്യ സിദ്ധ്യോസ്യ പുണ്യേർ ലോകസ്തേ സ്തോത്ര ദേവ വിജയേ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ പുനരിത്യന്യ ഗൃഹാ ബലിം ത്വം ദിത്യൈ സന്താനിതമര പാഹി വാതാലയേശ എന്ന് പറഞ്ഞിട്ടാണ് നാരായണീയത്തിലെ ആ ശ്ലോകം അവസാനിക്കുന്നത്. അതിലർത്ഥം എന്താ പറയുന്നത്? ഹേ സുരശ്രേഷ്ഠ, ഞാൻ ചെയ്തതെല്ലാം നിന്റെ അഹങ്കാരം നീക്കാൻ വേണ്ടി മാത്രമാണ്. പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകവും പിന്നീട് ഇന്ദ്രപട്ടവും നിനക്ക് ലഭിക്കട്ടെ ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് അതിനുശേഷം എൻ്റെ സായുജ്യം മത് സായുജ്യം ഭജത. ശത്രുവിനെയല്ലേ ചവിട്ടിത്താക്കുന്നത്. ഇത് ശത്രുവിൻ്റെ അടുത്ത് മത് സായുജ്യം ഭജത എന്ന് പറയൂ? ഇല്ലല്ലോ. മത് സായുജ്യം ഭജത, നീ എന്നെ സായുജ്യം പ്രാപിച്ചോളൂ. എന്നിട്ട് മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഭാവിയിൽ 8ാമതായ സാവർണ്യ മന്വന്തരത്തിൽ ഇന്ദ്രനായി നീ ഭവിക്കുക, അത്ര കാലവും സുതലത്തിൽ എന്നോടൊപ്പം പരമസന്തുഷ്ടനായി നീ വസിക്കുക എന്ന് അനുഗ്രഹിച്ചിട്ട് ബലിയെ കൊണ്ടുപോയി സംരക്ഷിച്ച പരമകാരുണീയനായ ശ്രീഹരി വിഷ്ണുവിൻ്റെ ചിത്രമാണ് നാരായണീയത്തിൽ പോലും കാണുന്നത്. അപ്പോൾ എവിടെയാണ് ചവിട്ടിത്താത്തിയ കഥ? ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു സംഗതി കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ മണ്ണടിക്കാർ നിർബന്ധമായിട്ടും കാണേണ്ടതല്ലേ? കാരണം ചവിട്ടി താഴ്ന്ന മണ്ണിനടിയിലോട്ടല്ലേ വരുന്നത്. മണ്ണടിയിലൊന്നും മഹാബലിയെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മച്ചിയാണ് കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഓളത്തരം പറയുന്നത് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ വിഷവൈദ്യന്മാരൊന്ന് നിർത്തണം. വിഷവൈദ്യൻ എന്നൊരു വാക്കുണ്ട്. വിഷവൈദ്യൻ എന്ന് പറഞ്ഞ വാക്കോ, ആ വാക്കിന്റെ അർത്ഥം എന്താ? വിഷമുള്ള വൈദ്യൻ എന്നാണ്? അല്ല. അതുപോലെ ബുദ്ധിജീവി അല്ലേ? തീർന്നില്ലേ? നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ സമൂഹത്തിൽ. ചാഞ്ചാടി കളിയടാ കുഞ്ഞിരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചാഞ്ചാടല്ല, അതിൻ്റെ അപ്പുറം കളിക്കും. സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും പുസ്തകം വായിരപ്പ, എന്നിട്ട് സമൂഹത്തോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറ. ഐ ചാലഞ്ച് യു. ഈ പുസ്തകം ഇത് വായിച്ചു ഉത്തം നായർ സാറും പെരുമ്പടം ശ്രീധരനും ഇത് ഹരിച്ചു കുണിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് പുസ്തക അഭിപ്രായം തന്നിട്ടുണ്ട്. ഞാൻ തരാം, ആർക്കുണ്ടെങ്കിലും തരാം. ഇത് നല്ലതായിട്ട് മനസ്സിലാക്കുക. നല്ല ഗ്രന്ഥങ്ങൾ ഇന്ന് പഠന ഗ്രന്ഥങ്ങൾ സമൂഹത്തിലുണ്ട്, അത് വാങ്ങി വായിക്കണം. സമൂഹം അത് മനസ്സിലാക്കുക. ഇന്ന് ഹിന്ദു സമൂഹം ഇതൊന്നും ചെയ്യത്തില്ല. ബൗദ്ധിക തലത്തിൽ അവർക്ക് ഒന്നും അറിയാനും പഠിക്കാനും വ്യവസ്ഥയില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ കാളികൂളികൾ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഗ്രന്ഥങ്ങളിലേക്ക് തന്നെ പോവുക.
ഇപ്പോൾ 10-400 യജ്ഞങ്ങൾക്ക് ആചാര്യനായിട്ടിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആദ്യകാലത്തൊന്നും ഞാൻ ഇത്രയും പവർഫുള്ളായിട്ട് പറയത്തില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇത് പലയിടത്തും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന സമയത്താണ് ഈ പുസ്തകം എഴുതേണ്ട ഗതികേട് വന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇത് വളരെ ബൗദ്ധികമായ ഒരു വിഷയമാണ്, അല്ലാതെ ഒരിക്കലും ഒരു ഹീനമായ വഞ്ചനയോ ചതിയോ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല. ദിവ്യാവതാരങ്ങൾ തീരുമാനിക്കാൻ ഓരോ കാരണമുണ്ട്. ഇവിടെ കാരണം ഉണ്ടാക്കിയത് ബലി ഭാവിയിൽ സാവർണ്യ മന്വന്തരത്തിൽ കിട്ടേണ്ട ഇന്ദ്രപട്ടം ശുക്രാചാര്യരുടെ ദുഷ്പ്രേരണ കൊണ്ട് പിടിച്ചു പറിച്ചെടുത്തു. അപ്പോൾ ഈ പന്ത് തിരിച്ചു വാങ്ങിച്ച് മറ്റവന് കൊടുക്കണ്ടേ? ആ ജോലിയെ ഭഗവാൻ ചെയ്തുള്ളൂ. ഇത് മാത്രമല്ല, ശിക്ഷിച്ചുമില്ല. കൊണ്ടുപോയിട്ട് സാവർണ്യ മന്വന്തരം വരെ സംരക്ഷിക്കുക. ഭഗവാൻ കാവൽക്കാരനായിട്ട് നിൽക്കും. കാരുണ്യമൂർത്തിയാ. സർവ്വഗ്രന്ഥങ്ങളിലും അതാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്കത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായും വളർന്നു വരുന്ന തലമുറയെങ്കിലും ഇത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്ന കഥയിലെ നമുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇനി വരുന്ന തലമുറയ്ക്ക്. അപ്പൊ ഇത് അതിനൊരു പ്രയോജനമാവുമെന്ന് ഉറപ്പിച്ച് പറയാം. അതെ, അത് കൊടുക്കണം. അത് തീർച്ചയായും. എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ സാധകർ എല്ലാവരും അന്വേഷകരാണ്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നതാണ് ആ സത്യത്തെ. ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന സത്യത്തെ അങ്ങനെ സ്വയം അന്വേഷിച്ച്, സ്വന്തം ഉള്ളിലേക്ക് ഇറങ്ങി അന്വേഷിച്ച് കണ്ടെത്തുന്ന സത്യമാണ്. അപ്പം അങ്ങനെ സത്യത്തെ ദർശിക്കാൻ യാത്ര ചെയ്യുന്ന ഒരു സാധകനെ ആണ് നമുക്ക് ഇന്ന് സത്സംഗത്തിന് ലഭിച്ചത്, ഹരിജി. അത്രയും അദ്ദേഹം ഇത്രയും 400-ലേറെ യജ്ഞങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു അന്വേഷണത്തിലൂടെ ചെയ്യുന്ന ആ യജ്ഞമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും സംസാരിക്കാൻ പറ്റിയത്. ആ ഒരു തിരിച്ചറിവ് ലഭിച്ചത് അങ്ങനെയാണ്. അപ്പം തുടക്കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, നമ്മുടെ സനാതന ധർമ്മം അത് എത്രത്തോളം ഡീപ്പാണ്, അത് ആ ഒരു സംസ്കാരം നമുക്ക് നൽകുന്ന ഒരു പാഠം, ഒരു സാധകൻ ഏത് രീതിയിൽ ആ സനാതന ധർമ്മത്തെ കാണണം, എങ്ങനെ അതിനെ പാലിച്ച് മുന്നോട്ട് പോകണം, അതിൻ്റെ യഥാർത്ഥ തത്വം. ഇപ്പം തത്വമസി എന്ന് പറഞ്ഞ് നമ്മൾ 41 ദിവസം ശബരിമല വ്രതം എടുക്കുന്നു, അതിൻ്റെ യഥാർത്ഥ തത്വം എന്താണ്, ഇതെല്ലാം കണക്ട് ചെയ്ത് അദ്ദേഹം ശരിക്കും ആ ഭാരത ദർശനത്തെയാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നത്. അത് ഇത്രയും വർഷത്തെ 35 വർഷത്തിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അദ്ദേഹം ഇതിനു വേണ്ടി, ഈ ഒരു സാധകൻ ആ ഒരു അന്വേഷണത്തിന് വേണ്ടി സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അത് നമ്മൾ സാധകർ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മുടെ ജോലിക്കിടയ്ക്ക് സാധന ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു ഉത്തരമാണ് ഈ ഹരിജി എന്ന് പറയുന്ന നമ്മുടെ സാധകൻ, നമ്മുടെ ഈ യജ്ഞാചാര്യൻ ഹരിജി എന്ന് പറയുന്ന അദ്ദേഹം, ഈ ഒരു മഹത് വ്യക്തിത്വം. അപ്പം ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ സാധകർക്ക് എന്തുകൊണ്ടും, ഇത്രയും നേരം കേട്ടു നിന്ന സാധകർക്ക് എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിന് തീർത്താൽ തീരാത്ത നന്ദി ഹരിജിയോടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കോടി പ്രണാമം അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ നമ്മൾ ഓരോ സാധകരും അർപ്പിക്കുകയാണ്. നമ്മൾ ഈ സാധകർക്ക്, നമ്മൾ ഈ കേൾക്കുന്ന നമ്മുടെ മീറ്റ് മീ ധ്യാന ചാനലിലൂടെ അങ്ങേ കേൾക്കുന്ന സാധകർക്ക് എന്ത് സന്ദേശമാണ് അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും? എനിക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു ദിവസമാണിത്. കാരണം ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ശരിക്കും അത് നല്ല നിലത്തിൽ വിത്തിട്ടെങ്കിലേ അത് കിളിക്കുകയുള്ളൂ. വിവിധ പാപഫലാനി യഥേച്ഛയ വിലിഖിതാനി സഖേ ചതുരാനന അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിഖ 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 എന്ന് പറഞ്ഞിട്ട് പണ്ട് നിലവിളിച്ചൊരു കഥയുണ്ട്. വിവിധ പാപഫലാനി യഥേച്ഛയ, വിവിധ പാപഫലങ്ങൾ കാരണം എനിക്കിങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതെല്ലാം എന്തു വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം, പക്ഷേ ഒരു കാര്യത്തിന് മാത്രമേ എന്നെ അങ്ങ് നിയോഗിക്കരുത്. അരസികേഷു കവിത്വ നിവേദനം, അരസികേഷു കവിത്വ നിവേദനം. കവിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ഇഷ്ടമില്ലാത്ത അരസികന്മാരുടെ മുന്നിൽ പോയിട്ട് കവിത്വ നിവേദനം എന്ന് പറയുന്ന ജോലി ചെയ്യാൻ എന്നെ നിയോഗിക്കരുത്. ശിരസി മാലിഖ മാലിഖ മാലിഖ. ഒരാളിപ്പം തെങ്ങ കയറാൻ പോകുന്നു. തെങ്ങ കയറാൻ അയാളിങ്ങനെ ഇതെല്ലാം തിരുകി എന്നിട്ട് എണിയും ചാരി തെങ്ങയിലോട്ട് കയറി ഒരു 3 കൊത കയറിയപ്പോഴത്തേക്ക് ഒരുത്തൻ ഓടി വന്നിട്ട് ഒന്ന് ഇറങ്ങ്
എന്താ അത്? അല്ല, ഈ കുമാരനാശാന്റെ കവിതയിലെ കാവ്യനീതിയെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്നിട്ട് കുറ്റിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വല്ല പ്രയോജനമുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് ഹിന്ദുവിൻ്റെ അടുത്ത് നിന്ന് മതം പറയുന്നത്. പക്ഷേ കുറേ സാധകർ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, അവർ ആത്മാന്വേഷണത്തിന് വേണ്ടിയിട്ട്, ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട്, ജീവിതത്തിൻ്റെ പലതും കമ്പയർ ചെയ്തിട്ട് ഇതാണ് ഞാൻ പോകേണ്ട മാർഗം എന്ന് കണ്ടെത്തുന്നവനാണ് സാധകൻ. ആ കൺഫർമേഷൻ, അതാദ്യം ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് വരുന്നത്. ഇറ്റ് ബിക്കംസ് എ കൺഫർമേഷൻ. ആ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മുന്നോട്ടും പിന്നോട്ടും നോക്കത്തില്ല, ഒറ്റ പോക്കായിരിക്കും. അതായിരിക്കും ഒരു സാധകൻ ഉണ്ടാകുന്ന പ്രോഗ്രസിൻ്റെ സീക്രട്സ്. അപ്പം ആ ലെവലിലേക്ക് പോകാൻ ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 1.25 ലക്ഷത്തിൽ പരം ആളുകളെ വെജിറ്റേറിയൻസ് ആക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം. ഞാൻ സയൻറ്റിഫിക് ഡേറ്റ കൊടുത്തിട്ട് ആൾക്കാരുടെ മനസ്സിനെ മാറ്റുന്നത്, അല്ലാതെ കുളിപ്പിച്ച് മാറ്റുമല്ല. അപ്പം ഞാൻ പറഞ്ഞത്, സാധകരായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് അരസികന്മാരില്ല, അവർ വിരസന്മാരുമല്ല, അവരിലേക്ക് കവിത്വ നിവേദനം, ധർമ്മനിവേദനം അത് നടത്താൻ നമുക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയത്. അതിന് വഴിയൊരുക്കിയിട്ടുള്ള നിങ്ങളുടെ ബഹുമാന്യരായ എല്ലാ സഹോദരന്മാരോടും ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്, നന്ദി പങ്കുവെക്കുകയാണ്. അതോടൊപ്പം ഒരു 5 പുസ്തകങ്ങളും കൂടെ 1 മിനിറ്റ് കൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ, സ്റ്റോക്ക് തീർന്നു, പിന്നെ ചൊല്ലാനൊന്നുമില്ല. ഇതെന്താണ്, എവിടെ നിന്ന് എടുത്തു? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. അത് നാരായണീ സ്തുതി എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ശാസ്ത്രമംഗലം രാമകൃഷ്ണാശ്രമം സ്വാമി മോക്ഷവർദ്ധാനന്ദി മഹാരാജ് പരിശോധിച്ച് പുസ്തകാഭിപ്രായം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. രണ്ടാമത്തേത്, എന്താണ് അയ്യപ്പതത്വം? ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് വായിച്ച കംപ്ലീറ്റ് സയൻറ്റിഫിക് ഡേറ്റ, അയ്യപ്പതത്വത്തിൻ്റെ സയൻറ്റിഫിക് ഡേറ്റ ഇതിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഡോക്ടർ എൻ ബാബു സാർ, അദ്ദേഹം മുൻ VC ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു അയ്യപ്പതത്വം എന്ന് പറയുന്നതിൻ്റെ ഇന്ന് മലയാള ഭാഷയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ബ്രീഫായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. അത് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എനിക്കത് സന്തോഷത്തോടെ, ഞാൻ അഭിമാനത്തോടെ പ്രസൻറ്റ് ചെയ്യാം. മൂന്നാമത്തേത്, എന്താണ് ഓണത്തിൻ്റെ കഥ? ഈ കള്ളക്കഥ, അതിൻ്റെ മറുവശം. അത് ഗുത്തൻ നായർ സാറും പെരുമ്പടം ശ്രീധരനും പരിശോധിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള. പിന്നെ മഹാനായ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പല രാജ്യങ്ങളിലും ചെന്നപ്പം, യുവേഴ്സ് ഈസ് എ ന്യൂ നേഷൻ, യു ഡോണ്ട് ഹാവ് എനി ഹെറിറ്റേജ്. അപ്പോൾ പലയിടത്തുനിന്നും അദ്ദേഹത്തിന് ഇങ്ങനെ കുത്തുകിട്ടുന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യൻ സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയുണ്ടാക്കി. അവസാനം അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പബ്ലിഷ് ചെയ്തു. പിന്നീട് അത് 22 മെയിൻ ഫ്രെയിം ലാംഗ്വേജസിൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ നോഡൽ ഏജൻസി ശാസ്ത്രം ഇന്ത്യയിൽ എന്ന പേരിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പബ്ലിഷ് ചെയ്തത്. ഇത് അതിൻ്റെ സമ്മറിയാണ്. അപ്പോൾ എന്താണ് ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യം? ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ കുറേ ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ട് IEP എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഇന്ത്യ എക്സ്പീരിയൻസ് പ്രോഗ്രാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബേസിക്കലി തയ്യാറാക്കിയതാണ് വാട്ട് ഈസ് ദ റിയൽ ആൻഡ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹിന്ദുവിസം, സനാതന ധർമ്മശാസ്ത്ര, വിച്ച് ആർ ദ ബേസിക് ബുക്സ് ഓഫ് സനാതന ധർമ്മശാസ്ത്ര. അപ്പോൾ അങ്ങനെ ഒരു 101 ഐറ്റംസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാവിതോ ദേവേ അനഹ തേനാക്രമന്തഋഷയോ ഹ്യാപ്തകാമാഹ എത്ര സത്യസ്യ പരമം നിധാനം. നമ്മുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യം എവിടെ നിന്നെടുത്താണെന്ന് ചോദിച്ചിരുന്നാൽ നമ്മിൽ എത്ര സിറ്റിസൺസിനറിയാം? അപ്പോൾ ജാതിമത കക്ഷിരാഷ്ട്രീയാതീതമായി ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക ആപ്തവാക്യം എവിടെ നിന്നെടുത്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പുസ്തകം പരിശോധിച്ചിട്ട് പ്രൊഫസർ റാൽഫ് ബ്രോഡി, അദ്ദേഹം സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്, ക്ലീവ്ലൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അമേരിക്ക. അത് കഴിഞ്ഞിട്ട് വിഷ്ണു നാരായണ നമ്പൂരി സാറ്, പി നാരായണ കുറുപ്പ് സാറ്, ഡോക്ടർ സാംബശിവൻ, അവരുടെ പുസ്തകാഭിപ്രായമുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ സമൂഹത്തിൽ എത്തിക്കാനുള്ളൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സായാഹ്നത്തിൽ ഇരിക്കാൻ സാധിച്ചത് തന്നെ മഹാപുണ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ.